ഇത് കണ്ടോ, ഇവൻ നേരത്തെ കാണാനൊന്നും ഭംഗിയില്ലാതെ ഇരിക്കുന്ന ഒരാളായിരുന്നു. അത് വെച്ചാൽ മറ്റേ ഇതിൻ്റെ ബാക്കിൽ കിടക്കുന്നൊരു തോട് കണ്ടോ, അതാണ് ഇവൻ്റെ യഥാർത്ഥ തോട്. പിന്നെ ഇവൻ, ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കൊക്കെ തോടൊക്കെ പൊളിക്കുമെന്ന്, അങ്ങനെ പൊളിച്ച് ആയതാണ് കേട്ടോ ഈ നീല കളറ്. ഇപ്പോൾ ഇവൻ്റെ ഇതാണ് ഈ ബാക്കിൽ കിടക്കുന്ന, ഇതാണ് അവൻ്റെ പഴയ തോട്. ഇത് ഈ ഫ്രണ്ടിൽ ഇരിക്കുന്നത് അവൻ്റെ ഇപ്പോൾ പൊളിച്ച് കളഞ്ഞ തോട്. ഇപ്പോൾ പക്ഷേ ഏതാണ്ട് ഇവർ കണ്ടില്ലേ, ഇത് തിന്നും കേട്ടോ. ഒരു സ്വന്തം തോട് പൊളിച്ച് കളഞ്ഞിട്ട് അത് തിന്നുകയും ചെയ്യും. പിന്നെ ബ്ലാക്ക് മോറില്ലേ പപ്പി, അവൻ ഒറ്റയ്ക്കായി, ബാക്കിയുള്ള മീനുകളൊക്കെ പോയായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് മുമ്പേ ഒരു മീനിനെ മാത്രം എടുത്ത് സെപ്പറേറ്റ് നമ്മുടെ ഏഞ്ചലിൻ്റെ ടാങ്കിൽ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു, അവന്മാർക്ക് പെട്ടെന്ന് ഫംഗസ് ഒന്നും പിടിക്കാതിരിക്കാൻ. പിന്നെ ഞാൻ അവനെ കോരി ഇവൻ്റെ കൂടെ ഇട്ടു. ഇപ്പം രണ്ടുപേരും ഉണ്ട്, കൂട്ടുണ്ട്. പിന്നെ കുറച്ച് 2-3 റെഡ് പ്ലാറ്റി. ഒരു ടാങ്കിൽ ചെറിയ സക്കർ കിടപ്പുണ്ടായിരുന്നു, അത് ഡെഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ഞാൻ പിടിച്ച് മറ്റേ തായ് സിൽക്കിന് കൊടുക്കാൻ വേണ്ടി അവരുടെ ടാങ്കിലിട്ടു. സാധാരണ ഇവൻ ഈ തായ് സിൽക്ക് ഫ്ലവർ ഹോൺ ഈ നോർമൽ മീനെയൊക്കെ ഡെഡ് ആയതിനെയൊക്കെ കഴിക്കും, ഡെഡ് ആവാത്തതിനെയൊക്കെ കഴിക്കും. പക്ഷേ ഇവന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തത്. പക്ഷേ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവനല്ല കഴിച്ചത്. അവന് പകരം ഇതിനകത്ത് ലോബ്സ്റ്ററില്ലേ, അവൻ കണ്ട അവനെ സ്പോഞ്ചിൻ്റെ ഇടയ്ക്കൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മണം കിട്ടിയപ്പോഴേ പുള്ളിക്കാരൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഓടി വന്ന് ഇതിനെയൊക്കെ തപ്പി പിടിച്ചെടുത്തു. ഞാൻ വിചാരിച്ചില്ല ഈ സക്കറിനെ കഴിയുമെന്ന്. ഈ മീനിൻ്റെയൊക്കെ പുറകെ ഈ ലോബ്സ്റ്ററൊക്കെ പോയി അവന്മാരെയൊക്കെ പിടിച്ചൊക്കെ കഴിക്കും, പക്ഷേ ഈ സക്കറിനെ കഴിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഇവൻ ഈ സക്കറിനെ പിടിച്ചിട്ട് 2 കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് ആ ചെറിയ ഭാഗം കൊണ്ടെല്ലാം കടിച്ചു പറിച്ച് എല്ലാത്തിനെയും തിന്നിട്ടുണ്ട്. ഒരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുള്ള് ക്ലീനാക്കി.